ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 27 വെള്ളി പാൻ ഇന്ത്യൻ സിനിമയെ കണ്ണപ്പ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രീമിയർ ഷോ ഇന്നലെ രാത്രി പൂർത്തിയായപ്പോൾ തന്നെ നെഗറ്റീവ് അഭിപ്രായമായിരുന്നു ഈ സിനിമയിൽ കിട്ടിയിരുന്നത്. അതേസമയം ചിത്രത്തെക്കുറിച്ച് ആന്ധ്ര തെലങ്കാനയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് മിക്സഡ് അഭിപ്രായവും മറ്റ് ചില മേഖലകളിൽ നിന്ന് ബിലോ ആവറേജ് അഭിപ്രായവുമാണ് നേടിയെടുത്തിട്ടുള്ളത്. തമിഴ്നാട്, കർണാടക, കേരള എന്നിവിടങ്ങളിൽ നിന്ന് പൂർണ്ണമായും നെഗറ്റീവ് അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. നേരത്തെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ തന്നെ സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു ധാരണ രൂപപ്പെട്ടിരുന്നു. അത് സാർത്ഥകമാകുന്ന രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു അഭിനേതാവും നിർമ്മാതാവും കൂടിയ മോഹൻ ബാബുവിന്റെ മകൻ വിഷ്ണു മഞ്ജുവാണ് ടൈറ്റിൽ കഥാപാത്രമായ കണ്ണപ്പയെ അവതരിപ്പിച്ചിട്ടുള്ളത്. ശരത് കുമാർ, പ്രീതി മുകുന്ദൻ, അർപ്പിത് രംഗ, ബ്രഹ്മാഷി, ശിവ ബാലാജി, ബ്രഹ്മാനന്ദൻ, കൗശൽ മന്ദ എന്നിങ്ങനെ മികച്ച ഒരു താരനിരയ്ക്കൊപ്പം മലയാളി താരം മോഹൻലാൽ, അതോടൊപ്പം തന്നെ പ്രഭാസ്, അക്ഷയകുമാർ, കാജൽ അഗർവാൾ എന്നിങ്ങനെ കാമിയോ റോളിലും ഈ ചിത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. നിലവിൽ ഈ സിനിമ മണിക്കൂറിൽ 9,000 ടിക്കറ്റാണ് ബുക്ക് മൈ ഷോ വഴി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ ഈ സിനിമയുടെ വിതരണം ഏറ്റെടുത്തുള്ളത് ആശീർവാദ് ഫിലിംസ് ആണ്. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25-30 ലക്ഷം റേഞ്ചിലാണ്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 9 കോടി രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 14 കോടി രൂപയുമാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 കോടി റേഞ്ചിലുമാണ്. വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നേടിയെടുത്ത് മികച്ച ഹോൾഡിംഗിനടുത്ത് മുന്നേറുന്നത് ആമിർ ഖാന്റെ സിത്താരെ സമീൻ പർ തന്നെയാണ്. ആമിർ ഖാനൊപ്പം ജനീലിയ ഡിസൂസ് നായികയായി RS പ്രസന്ന സംവിധാനം ചെയ്ത ഈ സിനിമ ജൂൺ 20 വെള്ളിയാഴ്ചയായിരുന്നു തിയേറ്ററിലെത്തിയിരുന്നത്. ചിത്രം 8ാം ദിവസമായ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇന്ന് പിന്നിടുമ്പോൾ ഇന്നലെ വരെയുള്ള ആദ്യ 7 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 7 ദിവസം വരെയുള്ള ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 88 കോടി 90 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷൻ 106 കോടി 30 ലക്ഷം രൂപയുമാണ്. വിദേശ കളക്ഷനായി 7 ദിവസം കൊണ്ട് 34 കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 140 കോടി 30 ലക്ഷം രൂപയുമാണ്. 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 10 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചിത്രം ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ 150 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ഇനി കഴിഞ്ഞ വാരം തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന കുബേര എന്ന സിനിമയിലേക്ക് വന്നാൽ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 8ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ശേഖർ കമ്മൂല, ചൈതന്യ പിംഗലി എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ സിനിമ സംവിധാനം ചെയ്തത് ശേഖർ കമ്മൂലയാണ്. ചിത്രത്തിൽ ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന, ജിം സർഫ്, ദിലീപ് താഹിൽ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം കേരളത്തിൽ ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് 1 കോടി 28 ലക്ഷം രൂപയാണ്. ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് 7 ദിവസം കൊണ്ട് 18 കോടി 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ നിന്ന് ആദ്യ 7 ദിവസം കൊണ്ട് 9 കോടി 30 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര തെലങ്കാന കളക്ഷനായി കളക്ട് ചെയ്തത് 49 കോടി 40 ലക്ഷം രൂപയുമാണ്. ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 2 കോടി 78 ലക്ഷം രൂപയും ഇന്നലെ വരെ ഈ സിനിമയ്ക്ക് സ്വന്തമാക്കാനായിട്ടുണ്ട്. ചിത്രത്തിന്റെ 7 ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 69 കോടി രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 81 കോടി രൂപയുമാണ്. GCC ഓവർസീസ് കളക്ഷനായി ആദ്യ 7 ദിവസം കൊണ്ട് 26 കോടി 50 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് 107 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 112 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിലെ 5ാമത്തെ ചാപ്റ്ററായ ഹൗസ്ഫുൾ 5 ജൂൺ 6 വെള്ളിയാഴ്ചയായിരുന്നു തിയേറ്ററിലെത്തിയിരുന്നത്. തരുൺ മൻസൂഖാനി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അക്ഷയകുമാർ, അഭിഷേക് ബച്ചൻ, നർഗീസ് ഫക്രി, ഡിനോ മോറിയ, സഞ്ജയ് ദത്ത്, ജാക്കി ഷറഫ്, നാനാ പട്ടേക്കർ എന്നിങ്ങനെ ബോളിവുഡ് സിനിമാ ഇൻഡസ്ട്രിയിലെ വമ്പൻ താരനിര അണിനിരന്നിട്ടുമുണ്ട്. 222 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 21 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ആദ്യ 21 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് 180 കോടി 75 ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് 215 കോടി 30 ലക്ഷം രൂപയുമാണ്. ചിത്രത്തിന്റെ 21 ദിവസത്തെ വിദേശ കളക്ഷൻ 58 കോടി രൂപയാണ്. ചിത്രം 21 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയത് 273 കോടി 40 ലക്ഷം രൂപയുമാണ്. ഇനി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 2 മലയാള സിനിമകളുമായി ബന്ധപ്പെട്ട കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഷാഹി കബീർ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ റോന്ത് എന്ന മലയാള സിനിമ 3ാമത്തെ വെള്ളിയാഴ്ച കൂടിയ 15ാം ദിവസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഈ സിനിമ 14ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 13,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 5 കോടി 19 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ന് 14-15 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 5 കോടി 35 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 15 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 8 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. എസ് വിപിൻ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ 13 തിയേറ്ററിലെത്തിയ വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ 3ാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 15ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം 14ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 16,50,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 14 ദിവസം കൊണ്ട് കേരളത്തിൽ 4 കോടി 72 ലക്ഷം സ്വന്തമാക്കിയ സിനിമയുടെ 15ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 17-18 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 15 ദിവസം പിന്നിടുമ്പോൾ 4 കോടി 90 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ 15 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 7-7.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.